ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക ഇങ്ങനെ നടക്കുന്ന വഴി നോക്കിയിട്ട് ജീവ ഇങ്ങനെ കാർ ഓഫ് ചെയ്ത് നിർത്തിയിട്ട് രാധികയുടെ പിന്നാലെ ഇങ്ങനെ മിണ്ടാതെ രാധിക പോകുന്ന വഴി ലക്ഷ്യമാക്കിയിട്ട് ജീവയും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ കുളക്കടവ് എത്തിയ രാധിക ഇങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് ഇങ്ങനെ രാധിക പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാൻ ആ മനസ്സൊന്ന് മാറ്റി തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന മനസ്സിൽ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജീവ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, ആരെ മനസ്സ് മാറ്റുന്ന കാര്യമോ പറഞ്ഞത്, എൻ്റെയാണോ? എൻ്റെയാണെന്ന് വെച്ചാൽ അത് മാറാൻ പോണില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ കുളക്കടയിൽ വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണാം എന്നിങ്ങനെ ജീവ പറയുന്നുണ്ട്. ഇത് കേട്ട് രാധിക ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ജീവ രാധികയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? രാധിക പോകാൻ നേരത്തെ രാധികയെ തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലിഷ്ടം ഞാൻ പറഞ്ഞത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യം ഞാൻ മനസ്സിൽ കൊണ്ടു നിർക്കാറില്ല എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജീവിക്കൊരു വിഷമം പോലെയാകുന്നുണ്ട്. ഇതിനിടയിൽ വരുണിൻ്റെ കാറ് വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണ് അവർ കുളക്കടവ് ലക്ഷ്യമാക്കി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ രാധികയും ജീവയും അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രാധിക ജീവിയോട് പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഷൂട്ടിന് കണ്ട് എന്നൊരു ആ ഒരു ഇഷ്ടമല്ലേ ഇത്? അപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഇതുപോലെ ഷൂട്ടിങ്ങിന് പോയി അവിടെ ചെറിയൊരാളെ കണ്ട് അതുപോലെ ഉണ്ടാവും, ഇങ്ങനെ ഇതുപോലെ ഇഷ്ടം അവരോടും ഉണ്ട് എന്നിങ്ങനെ പറയുമോ എന്നിങ്ങനെ രാധിക ജീവിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവ ചോദിക്കുന്നുണ്ട്, എനിക്കിത് തന്നെയാണ് കൃഷി എന്നാണോ നീ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി സമയം പാഴാക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട്. അങ്ങനെ രാധിക ജീവനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങളൊന്നും സമയം വേസ്റ്റ് ആക്കണ്ട, നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നഷ്ടമാകും എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നവർക്കും ജീവ വരുൺ വന്നിട്ട് ജീവയെ കാണുന്നു. വരുണിങ്ങനെ എന്താണെന്നിങ്ങനെ മട്ടിലിങ്ങനെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജീവ വരുണിയെ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും രാധിക തിരിഞ്ഞു നോക്കിയ രാധിക വരുണിനെയും ജീവയെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വരുണിനെ കാണുമ്പോൾ ജീവ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ വരുണ് രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വന്നിട്ട് കുറേ നേരമായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയില്ല, കുറച്ച് നേരമായുള്ളൂ എന്ന് പറഞ്ഞ് ചിന്തിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചിന്തിച്ചോ എന്ന് ചിന്തിച്ചു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഞാൻ രാധികയുടെ മനസ്സിൽ ഇഷ്ടം പറഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്കയായിട്ടും എല്ലാ കാര്യങ്ങളും ഒത്തു തീർപ്പാക്കുക, എന്നിട്ട് പ്രിയങ്ക ചോദിക്കുന്ന ഒരു നഷ്ടപരിഹാരം അവൾക്ക് കൊടുക്കുക, എന്നിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ ജീവിതത്തിൽ കൂട്ടുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ മനസ്സിലെ ഇഷ്ടം എങ്ങനെ എന്നിങ്ങനെ പറഞ്ഞു, നിൻ്റെ മനസ്സ് എങ്ങനെയാണെന്നിങ്ങനെ പറയാൻ പറയുമ്പോൾ രാധ പറയും, എൻ്റെ മനസ്സിലതില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്ത് നീ ഇങ്ങനെ കളിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ പറയട്ടെ എന്നിങ്ങനെ വരുണിനോട് ചോദിക്കുന്നുണ്ട് രാധിക. അങ്ങനെ രാധിക പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇഷ്ടം അറിയണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വരുണിൻ്റെ മുഖത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ നേരെ ജീവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറയാം, എൻ്റെ ഇഷ്ടം അതാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അന്താളിച്ച് നിൽക്കുന്ന വരുണിനെ കാണിക്കുന്നുണ്ട്. വരുണ് ആകെ ഒന്നുമല്ല എന്തായി പോയ പോലെ വരുണ് തോന്നുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് രാധിക മുന്നോട്ടായിട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് രാധിക പോയ വഴി നോക്കി നിന്നിട്ട് വരുൺ നേരെ ജീവയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ വരുൺ നേരെ ജീവയുടെ അടുത്തേക്ക് ചെന്നിട്ട് ജീവയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെന്ന്, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ ജീവ അന്താളിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, രാധിക അങ്ങനെ പറഞ്ഞോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പറഞ്ഞോന്നിങ്ങനെ പറഞ്ഞു, അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷവാനായി നിൽക്കുന്നുണ്ട് ജീവ. പക്ഷേ പാതി ജീവൻ പോയ പോലെ നിൽക്കുന്ന വരുണിനെ കാണിക്കുന്നുണ്ട്. വരുൺ ഒരുപാട് സംഘത്തോട് കൂടിയിട്ട് തിരിഞ്ഞു പോകാൻ നിൽക്കുന്നത് ജീവ ചോദിക്കുന്നുണ്ട് വരുണിൻ്റെ പേരെന്താണെന്ന്. പക്ഷേ വരുണൊന്നും മിണ്ടാതെ നടന്നകലുന്നുണ്ട്. അങ്ങനെ വരുൺ പോയ സമയത്ത് ജീവൻ നിന്ന് പറയുന്നുണ്ട്, എന്നോട് ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറൊരാളോട് എന്നെ ഇഷ്ടമാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നിങ്ങനെ പെൺപിള്ളേരുടെ ഒക്കെ ഒരു കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വരുൺ അവിടെ നിന്ന് നടന്നകലുന്ന സമയത്ത് രാധിക ഇങ്ങനെ വരുണിനെ നോക്കി നിൽക്കുന്ന സമയത്ത് ജീവ വരുണിനെ കാണുന്നുണ്ട്. അങ്ങനെ രാധിക നേരെ വരുണിൻ്റെ ജീവയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജീവയുടെ അടുത്തേക്ക് ജീവ രാധികയെ നോക്കി പറഞ്ഞാൽ താങ്ക്സ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും മറ്റൊരാൾ വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ വണ്ടടിച്ച് പോയി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രാധിക പറയും, ഒന്നും തോന്നരുത്, എന്നോട് ദേഷ്യം തോന്നരുത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അയാളെ നിന്ന് ഒഴിവാക്കാനാണ് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞത്, അല്ലാണ്ട് വേറൊരു ഇതിന് വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ പറയുമ്പോൾ ജീവ പറയുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയി, അതൊക്കെ ഇപ്പോൾ കെട്ടുപോയി, പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷ കൈവിടുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറഞ്ഞു, വേണ്ട, ഒരിക്കലും വേണ്ട, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ രാധിക പോയ വഴി നോക്കി കുറച്ച് നേരം ആലോചിച്ച് നിൽക്കുന്ന ജീവയെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയെയാണ്. പ്രിയങ്ക ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശരത്തിനോട് ചോദിക്കും, ശരത്ത് എവിടെയാണ്? ഞാനിവിടെ പുറത്ത് കാറങ്ങനെ ഒതുക്കി നിർത്തി നിൽക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ആരും കാണരുത്, ആരും ശ്രദ്ധിക്കരുത്, നിന്നെ ഞാനിപ്പോൾ ഇതേ വരാമെന്നിങ്ങനെ പറയുന്നുണ്ട്.
അങ്ങനെ അളമയിലിരിക്കുന്ന ആഭരണപ്പെട്ടിയൊക്കെ എടുത്തിട്ട് ഒരു ഷാളിലാക്കി കെട്ടുന്നുണ്ട്. പ്രിയങ്ക അതെല്ലാം കൂടി ബാഗിലാക്കുന്നുണ്ട്. പിന്നെ പ്രിയങ്ക ബാഗിലൊക്കെ സ്വർണ്ണങ്ങളൊക്കെ ആക്കി വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഗൗതമും ബിജുവും അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഗൗതം ബിജുവോട് പറയുന്നുണ്ട്, നിന്നോട് ഫുൾ ടൈം വരേണ്ട കാര്യം നോക്കി നടത്താനല്ല നിന്നോട് ശമ്പളത്തിൽ നിർത്തിയിട്ടുള്ളത്, ബാക്കിയുള്ള കാര്യം നോക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ബിജു പറയും, ഞാൻ ആരുടെ കാര്യത്തിലും വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗൗതം അവനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക അവർ പോയ വഴിയിൽ കൂടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പ്രിയങ്ക നടക്കുന്ന സമയത്ത് പത്മിനി എന്നിങ്ങനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അങ്ങനെ പത്മിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രിയങ്ക അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി പിന്നാമ്പുറത്തെ വാതിൽ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് കൽപ്പന അവളെ പിടിക്കുന്നുണ്ട്. അവിടെ കണ്ടി പിന്നാമ്പുറത്ത് കൂടെ പോകണം, വേഗം തൂക്കിയത് അത്ര നല്ല പരിപാടിയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വെച്ച് എല്ലാവരെയും കൂട്ടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും പത്മിനിയും അച്ഛനും എല്ലാവരും വരുന്നുണ്ട്. ഗൗതമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കാര്യം, മോൾ ആരെയും പേടിക്കേണ്ട, മോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാനിങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്കയോട്. അങ്ങനെ എല്ലാവരും കൂടി പ്രിയങ്കയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രിയങ്ക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നാമ്പുറത്ത് കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കിയത് ആ ബാഗിൽ എന്താണെന്ന് അറിയുമോ, ആ ബാഗ് നോക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബാഗിൽ എന്താണെന്നുള്ളത് ദേ ഇവിടെയുള്ള സ്വർണ്ണമംഗളം നന്നിട്ട് കൽപ്പന ബാഗൊക്കെ തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും നിട്ടുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നത്, എന്താ മോളെ എന്താ കാര്യം, കൽപ്പന പറയുന്നതൊന്നും നിഷേധിക്കുന്നില്ലല്ലോ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കും. പ്രിയങ്ക അപ്പോഴും മിണ്ടുന്നില്ല. അങ്ങനെ അവളോട് വീണ്ടും കാര്യം പറയുമ്പോൾ ആരും മിണ്ടാണ്ടാകുമ്പോൾ പത്മിനിയും ചോദിക്കുന്നുണ്ട്, എന്താ പ്രിയങ്ക, എന്താ നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, പത്മിനി എന്ന് പറഞ്ഞിട്ട് പത്മിനി ഒപ്പം മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയുടെ അടുത്തേക്ക് അച്ഛൻ ചെന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിൻ്റെ ഉദ്ദേശം, ഇവിടെ ഞാനറിയാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ നിൻ്റെ ഉദ്ദേശം സ്വത്തായിരുന്നു, മുതലായിരുന്നു, അത് നീ ചോദിക്കാതെ തന്നെ നീ എന്ത് ചോദിച്ചാലും തരുമല്ലോ എന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടും പ്രിയങ്ക ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ വരുണ്ട അച്ഛൻ രൂക്ഷമായി ചോദിക്കുന്നു, പറയടി എന്താടി നിൻ്റെ ഉദ്ദേശം മുതലായിരുന്നു, നീ ആരെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചാൽ അത് മറന്ന ചരിത്രം ഈ കണിമംഗലത്തുകാർക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക രൂക്ഷമായി പറഞ്ഞത്, അത് ഞാനല്ല കാണിച്ച അച്ഛൻ്റെ മകൻ ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങി പോകാനുള്ള കൂലിയായിട്ട് തന്നതാണ് ഈ സ്വർണ്ണമൊക്കെ, അച്ഛൻ്റെ മകൻ എൻ്റെ മേൽ ഏൽപ്പിച്ചതാണ്, അല്ലാണ്ട് ഞാൻ എടുത്തതൊന്നുമല്ല, വരുൺ എന്നെ ഇഷ്ടമല്ല, വരുണിൻ്റെ വാടകയ്ക്കുള്ള കൂലിയാണ് ഇതൊക്കെ എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ എൻ്റെ കുടുംബക്കാരെ എല്ലാവരും നിങ്ങൾ ചതിച്ചതായെന്നിങ്ങനെ രൂക്ഷമായി പ്രിയങ്ക പറയുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ തളിച്ച് നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയും പത്മിനിയും ഒക്കെ അന്തം വിട്ടത് നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ വരുണിൻ്റെ അച്ഛന് നെഞ്ചത്ത് വേദന വരുന്നുണ്ട്. ആളിങ്ങനെ നെഞ്ചിൽ പിടിച്ചമർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും പത്മിനി അത് കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.